ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകലജാതികളെ ശിഷ്യരാക്കി കൊള്ളുവിൻ എന്നുള്ള പഠനത്തിൻ്റെ രണ്ടാം ക്ലിപ്പിലേക്കാണ്, രണ്ടാം ഘട്ടത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇത് കേൾക്കുക. അപ്പോൾ യേശു കൂടെ ഉണ്ടെന്ന് ഊഹിച്ചു. ഊഹം മാത്രമേ ഉള്ളൂ, ഇല്ല. ഞാൻ സത്യമായിട്ട് പറയുന്നു, ഇന്ന് യേശു പല പെന്തക്കോസ്തുകാരുടെ കൂടെയും ഇല്ല. യേശു മിസ്സായിട്ട് വർഷങ്ങളായി. 5, 10, 15, 20, 30, 40, 50 വർഷങ്ങളായി യേശു മിസ്സായിട്ട് അറിയുന്നില്ല. പണ്ട് പാടിയ പാട്ടുകളും പണ്ടത്തെ പ്രാർത്ഥനയും പണ്ടത്തെ അന്യഭാഷയും പണ്ടത്തെ പലതും ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, യേശു കൂടെ ഇല്ല. പ്രവൃത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ ഞാൻ പഠിച്ചു വന്നപ്പോൾ അവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സത്യം ഞാൻ വചനത്തിലൂടെ തന്നെ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യ മനുഷ്യരെന്നറിയി ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. പ്രവൃത്തി 4:13-14. നമ്മളിപ്പോൾ ഇച്ചിരി പഠിപ്പൊക്കെ കൂടിപ്പോയി, നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ കൂടിപ്പോയി, നമ്മുടെ മക്കളെയൊക്കെ കൂടുതൽ പഠിപ്പിച്ച് ലോകത്തിലെ കുഞ്ഞുങ്ങളാക്കി നമ്മൾ മാറ്റി. അതിൻ്റെ ഉത്തരവാദിത്വം മാതാപിതാക്കളെ നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. ദൈവസന്നിധി കിടന്ന് ഉരുണ്ട് പെരണ്ട് കരഞ്ഞ് മാനസാന്തരപ്പെടണം. നിങ്ങൾ കൊച്ചുങ്ങളെ പഠിപ്പിക്കണമെന്ന് ഞാൻ പറയത്തില്ല. അവരെ സത്യവേദ പുസ്തകം പഠിപ്പിക്കണം, അവരെ ഉപദേശം പഠിപ്പിക്കണം, അവർ ക്രിസ്തുവിൻ്റെ പ്രമാണം പഠിപ്പിക്കണം, അവരെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കി നിർത്തണം. അവർ ലോകത്തിൽ നടത്തിയെടുത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹവും ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളും പഠിച്ച് അവർ വിശുദ്ധന്മാരായി വിശുദ്ധമതികളായി ലോകത്തോട് ഇടകലരാതെ കർത്താവിനെ സേവിച്ച് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാക്കി നിങ്ങൾ അവരെ തീർക്കണം. അല്ലെങ്കിൽ പഠിപ്പിച്ചതുകൊണ്ട് എന്തു ഗുണം? 4-5 ശമ്പളം നിന്റെ വീട്ടിൽ കൊണ്ട് തന്നിട്ട് എന്തു ഗുണം? കുറച്ച് കഴിയുമ്പോൾ ലോക മനുഷ്യരുമായിട്ട് വിവാഹം കഴിച്ച് ലോകത്തിൽ കിടന്ന് ജീവിച്ച് നരകാഗ്നിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തു ഗുണം അതുകൊണ്ട്? ഞാൻ ചോദിക്കുക. കർത്താവിൻ്റെ ദാസൻ ക്യാപ്റ്റൻ ഷാമോൽ എന്നൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയും, നിന്നെ മക്കളെ പഠിപ്പിച്ച് ലോകത്തിലേക്ക് വിട്ട് പിശാചിൻ്റെ കയ്യിലോട്ട് കൊടുക്കാതെ അവൻ ഒരു ഹോട്ടലിൽ പ്ലേറ്റ് കഴുകിക്കൊണ്ടിരുന്നോട്ടെ. കാഹളം ധരിക്കുമ്പോൾ അവൻ അവിടെ നിന്ന് രൂപാന്തരം പ്രാപിച്ചാൽ അതല്ലയോ ശ്രേഷ്ഠമെന്ന് ആ മാന്യ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ വാക്കുകളെ ഞാനിപ്പോൾ ഓർത്തുപോയി. പഠിപ്പിക്കുന്നത് നല്ലതാണ്, പഠിക്കുന്നത് നല്ലതാണ്. ഒപ്പം കർത്താവിനെ വഹിച്ചുകൊണ്ടാണോ അവരുടെ ജീവിതം? ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൽ അധിഷ്ഠിതമായിട്ടാണോ അവർ ജീവിക്കുന്നത്? ഞങ്ങളെ ദൈവജനം പഠിപ്പിച്ച ദേവദാസൻ പറഞ്ഞൊരു ഒരു സംഭവ കഥ ഹൃദയത്തിലേക്ക് വന്നു പോയി. അതൊക്കെ പറയുന്നത് നല്ലതാണ്. ഈ പെൺകുട്ടികളെ ആൺകുട്ടികൾ റേപ്പ് ചെയ്യല്ല പറഞ്ഞാൽ അതിന് വേറൊരു പേരാണല്ലോ പറയണത്, പീഡിപ്പിക്കുക മാനസികമായും ശാരീരികമായും. സ്വത്രം. അപ്പം അങ്ങനെ ഇന്നൊക്കെ അത് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. SFIയുടെ കുട്ടികളെ UDFിൻ്റെ കുട്ടികളെ പീഡിപ്പിക്കും, UDF LDFിൻ്റെ കുട്ടികളെ പീഡിപ്പിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും. സീനിയർ ജൂനിയറിന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെയ്യും. അങ്ങനെ വർഷങ്ങൾക്ക് മുൻപ് ഒരു പെൺകുട്ടി 18-20 വയസ്സൊക്കെ ഉള്ളൊരു കുട്ടി, കോളേജിൽ പഠിക്കുന്നൊരു കുട്ടിയാണ്. ആ കുട്ടിയെ റേപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പീഡിപ്പിക്കാനായിട്ട് മേജർ കുട്ടികൾ, സീനിയേഴ്സായിട്ടുള്ള കുട്ടികൾ വന്നു. ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, ബോക്സിൽ കയറി പിടിച്ചു, അങ്ങനെ പിടിച്ചു, ഇങ്ങനെ പിടിച്ച് ഇവന്മാർ വല്ലാതെ ശല്യപ്പെടുത്തി. ഈ കുഞ്ഞൊരു കുഞ്ഞായിരുന്നു. നാടൻ ഭാഷയെ പറഞ്ഞൊരു 1.5 കുഞ്ഞാ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ആത്മനിറവുള്ള ഒരു പെൺകുട്ടിയാണ്. ഈ കുട്ടി അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചങ്ങ് ആത്മാവിലായി അന്യഭാഷയിൽ ശക്തിയോടെ സംസാരിക്കാൻ തുടങ്ങി. ഇത് കേട്ടപ്പോൾ ഈ ആൺപിള്ളേർ, ഈ ചുണ്ടി പിടിച്ച പിള്ളേർ 4 വഴിക്ക് ഓടി. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, ഓടുന്ന സ്ഥലത്ത് പുല്ല് പോലും കിളിർക്കല എന്നതുപോലെ ഓടി രക്ഷപ്പെട്ടു. അവർക്ക് ഇതെന്ത് സംഭവം അവർക്ക് മനസ്സിലായി. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു, അല്ല വേറൊന്നുമില്ല. ഇത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അന്യഭാഷ പറഞ്ഞാൽ പുറത്താക്കുന്ന പാസ്റ്റർമാരാണ് നമ്മുടെ പാസ്റ്റർമാരെ, ഗുണം പിടിക്കാത്ത പാസ്റ്റർമാരെ.
രക്ഷാസ്നാനം, അഭിഷേകം, വിശുദ്ധി, വേർപാടൊക്കെ നഷ്ടപ്പെടുത്തിയ ആ ഉപദേശങ്ങളൊക്കെ കാറ്റിൽ പറത്തി പോകുന്ന പാസ്റ്റർമാരാണ് നമ്മുടെ പാസ്റ്റർമാർ. എനിക്കറിയാം, പലരും അവരുടെ ബിഗിനിങ് സ്റ്റേജ് നന്നായിരുന്നു. കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കത്തിലും അവർ നടന്ന സമയത്ത് അവർ പ്രാർത്ഥിച്ചു, ആരാധിച്ചു, ആത്മാവിൽ ആരാധിച്ചു, ആത്മാവിൽ പാടി, ആത്മാവിൽ പ്രാർത്ഥിച്ചു, ആത്മാവിൽ സന്തോഷിച്ചു. ഇന്നൊരു അന്യഭാഷ പറയാൻ കുട്ടികൾക്കൊക്കെ മടിയായി. അന്യഭാഷ പറയുന്നത് എന്തോ അപമാനമായിട്ട് ചിന്തിക്കുന്ന കൂട്ടരുണ്ട്. അന്യഭാഷ പറഞ്ഞതിന് സഭയെ നിറക്കി വിട്ട ഒരു പാസ്റ്ററുടെ ചരിത്രം എനിക്കറിയാം. പാസ്റ്റർ വണ്ടി ഇടിച്ചിട്ട് കൊട്ട കൊണ്ടുവന്ന് കോരിക്കൊണ്ടുപോയി. ആളും പേരും പ്രസ്ഥാനവും ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അന്യഭാഷ പറയുന്ന വിശ്വാസികളെ പുൽപ്പിറ്റിൽ കൊണ്ടുവന്ന് നിർത്തി അത് തെറ്റാണെന്ന് ഇനി പറയില്ലെന്ന് ക്ഷമയാചനം ചെയ്യിച്ച ഒരു ബഹുമാനപ്പെട്ട പാസ്റ്റർ, പേരൊന്നും ഞാൻ പറയുന്നില്ല, രഹസ്യത്തിൽ വിളിച്ചു ചോദിച്ചാൽ പറയാം. അവസാനം പാസ്റ്ററെ വാരി കൊട്ടയിലിട്ട് കൊണ്ടുവന്ന് കുഴിച്ചു മൂടി. ആ കുഴിമാട ഞങ്ങളുടെ അടുത്താ. ഞാൻ എന്തിനാ ഇത് പറയുന്നേ? എടി, എനിക്കിത് പറയേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ വക കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ പാസ്റ്റർമാർ നമ്മുടെ പട്ടണത്തിലുണ്ട്. പണ്ടത്തെ അന്യഭാഷയൊന്നും പറയണ്ട, പിതാക്കന്മാർ പറഞ്ഞതൊന്നും പറയണ്ട, അവർ ജീവിച്ച പോലെ ജീവിക്കണ്ട, അവരുടെ വസ്ത്രധാരണമൊന്നും നമുക്ക് വേണ്ട, അവരുടെ ഫാഷനൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ഈ കാലഘട്ടത്തിൽ മോഡേൺ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈല്, സോദോം ഗൊമോറയിലെ മക്കൾ നടന്ന പോലെ നടന്നാൽ മതി. ഹല്ലേലൂയ. ഞാൻ എന്തിനിത് പറയുന്നത്? എൻ്റെ ഹൃദയത്തിൽ ചൂടുപിടിച്ച വേദനയുള്ളത് കൊണ്ട് ഞാൻ പറയുക. ഒരു മാന്യമായ ജോലി വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടാ ഞാൻ ഈ കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലൂടെ. അറിയാമോ? ചുമല്ല, കൈ നിറയെ പണം കയ്യിൽ വന്നുകൊണ്ടിരുന്നൊരു ജോലിയായിരുന്നു അത്. കർത്താവ് എന്നോട് പറഞ്ഞപ്പോൾ ജോലി വിട്ടു. കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കാനായിട്ട് ഇറങ്ങി തിരിച്ചു. ചുമൽ കൊടുക്കാനായിട്ട് ഇറങ്ങി തിരിച്ച് ഭാഷന്മാരുടെ അടുക്കൊക്കെ ചെന്നപ്പോൾ ഇവർ പറയുന്നതൊക്കെ വേറെ നോക്കിയാ. എൻ്റെ ഉള്ളിൽ കിടക്കുന്നത് പുതിയ നിയമവചനത്തിൻ്റെ ഒരു വെളിപ്പാടാണ്. ഇവർ പറയുന്നതൊക്കെ വേറെ വല്ലതും നോക്കിയാ. അവസാനം ഇങ്ങനെ കറങ്ങി 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 അതിനിടയ്ക്ക് 3-4 വർഷം ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു. അവിടുത്തെ തട്ടിപ്പും വെട്ടിപ്പും എല്ലാം മനസ്സിലാക്കി. ബൈബിൾ കോളേജിൽ എന്താണ് നടക്കുന്നതൊക്കെ എല്ലാ ബൈബിൾ കോളേജിലും അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കല്ലേ. വളരെ മാന്യമായി, യോഗ്യമായി, സത്യസന്ധമായി, ദൈവഭയത്തോടു കൂടി പഠിപ്പിക്കുന്ന പാസ്റ്റർമാരൊക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം പോയി. ഇപ്പോഴും കാണുമായിരിക്കും. ഞാൻ എല്ലാവരെയും അടച്ചു പറയുന്നതായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. അടച്ച് ഞാൻ ഒരിക്കലും പറയത്തില്ല, തെറ്റാണ്. യോഗ്യമായി, മാന്യമായി, ദൈവഭയത്തോടെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ പേര് പോലും കളങ്കപ്പെടുത്തത്തക്ക നിലയിൽ ഇന്നുള്ള പോക്ക് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാനും പഠിച്ചു 3-4 വർഷം. ബൈബിൾ കോളേജ് എന്താണെന്ന്, അവിടുത്തെ രീതികൾ എന്താണെന്ന് ഒട്ടും മുക്കാലും ഞാൻ മനസ്സിലാക്കി. എന്നാൽ ദൈവവചനം പഠിപ്പിച്ച പിതാക്കന്മാരിൽ നിന്നായ പാസ്റ്റർമാരിലാണ് ദൈവവചനം പഠിക്കാനിടയായത്. ദൈവം വചനം ഫലമേൽപ്പിച്ചവർ. എല്ലാവരെയും ദൈവവചനം ഫലമേൽപ്പിക്കത്തില്ല. എസ്പെഷ്യലി അപ്പോസ്തല ഉപദേശം സഭയിൽ പ്രസംഗിക്കണമെന്ന് ശക്തിയോടെ ദൈവം തന്നോട് ഇടപെട്ടു. അങ്ങനെ പഠിപ്പിച്ചതാ. സ്തോത്രം. അങ്ങനെ പഠിച്ച ആ പഠനങ്ങളാണ് പിതാക്കന്മാരിൽ നിന്ന് ഞാൻ പഠിച്ചെടുത്തത്. അല്ല, ബൈബിൾ കോളേജിലെ പഠനമൊന്നുമല്ല എൻ്റെ ഹൃദയത്തിൽ കിടക്കുന്നത്. അത് മുഴുവൻ ലേഖനം എവിടെ വെച്ച് എഴുതി, ആരെഴുതി, എന്തെഴുതി, അതിൻ്റെ കണ്ടൻസ് എന്ത് എന്നുള്ളതൊക്കെ മാത്രമേ ഉള്ളൂ. പൗലോസ് പറഞ്ഞ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചേറുകയും ചെയ്തെന്നാൽ നമ്മൾ എത്ര പഠിച്ചാലും കർത്താവിൻ്റെ ഇപ്പം ഇത് വിഷയം പഠിക്കാൻ പ്രസംഗിക്കാൻ നേരത്തെ ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, ആത്മീയ അന്ധതയിൽ കിടക്കുന്ന ഒരു കൂട്ടം ജനത്തിന് ദൈവവചനത്തിൻ്റെ തുറന്ന വെളിപ്പാടുകൾ തുറന്നു വയ്ക്കാൻ കർത്താവേ എനിക്ക് ബുദ്ധി തരണം, അതിനുള്ള ജ്ഞാനം തരണം, ആത്മാവിൻ്റെ പ്രകാശനം തരണം, ആത്മനിയോഗം തരണം, ആത്മാവ് ഉദ്ദേശിക്കുന്ന വചനങ്ങളിലൂടെ ഈ സന്ദേശം ജനത്തിന് കൈമാറാൻ സാധുവിനെ സഹായിക്കണം കർത്താവ് എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ദിവസം ഇരിക്കുന്നത്. ഓരോ വർഷാന്തലാതെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വിഷയം പുതിയ നിയമ പ്രമാണം തമ്മിൽ ഭാരങ്ങളെ ചോപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവൃത്തി. ഗലാത്യർ 6:2. നമ്മൾ പുതിയ നിയമസഭ നിവർത്തിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണമാണ് നിവർത്തിക്കേണ്ടത്. മോശയുടെ ന്യായപ്രമാണത്തിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. അത് നമുക്കുള്ളതല്ല. അത് ശ്രേഷ്ഠമേറിയൊരു പ്രമാണമാണ്. അതൊരു ജനത്തിന് വേണ്ടി കൊടുത്തതാണ്. അവർക്കത് അനുസരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇനി വേറൊരു ഭാഗം
ഗലാത്യ ലേഖനത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ തിരിയപ്പെടുത്താനായിട്ട് ശ്രമിക്കട്ടെ. ഗലാത്യ ലേഖനം അതിൻ്റെ ഹല്ലേലൂയ ഹല്ലേലൂയ അതിൽ ഒരു പ്രധാന വാക്യം ഞാൻ വായിച്ചു കഴിഞ്ഞു. ഞങ്ങൾ നിങ്ങളുടെ അറിയിച്ചതിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ സ്വർഗ്ഗത്തിൽ ദൂതനാകട്ടെ നിങ്ങൾ സുവിശേഷം അറിയിച്ചവൻ ശപിക്കപ്പെട്ടു. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഗലാത്യർ 1 ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നതുകൊണ്ട് ആശ്ചര്യപ്പെടുന്നു. ആ വേറൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിൻ്റെ അവസ്ഥയിലേക്ക് പോകുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ സ്വർഗ്ഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവോ? ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായി ഇരിക്കയില്ല. മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി അത് ഇതൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഗുണമില്ല. നമ്മൾ കർത്താവിനെയാണ് പ്രസാദിപ്പിക്കേണ്ടത്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് ഇറങ്ങി തിരിച്ച് അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, ദൈവത്തെ പ്രസാദിപ്പിച്ചില്ല. അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു. ദൈവത്തെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ വരുന്ന ദുരന്തം വലുതാണ് സഹോദരങ്ങളെ, വാത്സല്യ ദൈവമക്കളെ. മനസ്സിലാക്കണം നമ്മൾ. ഇനി ഞാൻ ഗലാത്യയിലെ ഒരു പ്രത്യേക ഭാഗം എടുത്തതിനോട് പറയാൻ താല്പര്യപ്പെടുന്നത്, 4-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 1 മുതലുള്ള ഭാഗങ്ങൾ ഞാൻ വായിക്കാം. അവകാശി സർവ്വത്തിന് യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ആത്മീയ ശിശുവായിരുന്നാലുള്ള വിഷയത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവൈദ്യന്മാർക്കും കീഴ്പ്പെട്ടവനത്രേ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾക്ക് കീഴടിമപ്പെട്ടിരുന്നു. ലോകത്തിൻ്റെ ആദ്യപാഠം ലോകത്തിൽ ജീവിച്ചിരുന്ന സമയത്തുള്ള പാപജീവിതം, പാപത്തിൻ്റെ പ്രമാണം, പാപത്തിൻ്റെ സ്വഭാവത്തിൽ നമ്മൾ കീഴ്പ്പെട്ടിരുന്നു. ആദ്യ പാഠങ്ങൾക്ക് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലൊരു വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങളെ മക്കളാകൊണ്ട് അബ്ബാപിതാവി എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ അവകാശിയുമാകുന്നു. ഇനി ന്യായപ്രമാണത്തിലെ 1-2 പ്രധാന വിഷയങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകാം. ഗലാത്യർ 3:19 ശ്രദ്ധിച്ച് കേൾക്കണേ. എന്നാൽ ന്യായപ്രമാണം എന്തിനെന്ന് പൗലോസ് പഠിപ്പിക്കുക. ഈ പൗലോസിന്റെ ടീച്ചിങ് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ പാളിപ്പോവും, തെറ്റിപ്പോവും, ഉറപ്പാതിന്. ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്ത സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. ഒരുത്തൻ മാത്രമെങ്കിലും മധ്യസ്ഥൻ വേണ്ടി വരികയില്ല, ദൈവം ഒരുത്തൻ മാത്രം. എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദത്തങ്ങൾക്ക് വിരോധമോ ഒരു നാളുമല്ല. ജീവിപ്പിക്കാൻ കഴിയുന്നൊരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. ജീവിപ്പിക്കാൻ കഴിയുന്നൊരു പ്രമാണമല്ല ന്യായപ്രമാണം. യോഹന്നാൻ 6:63 പഠിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. മനുഷ്യനെ ജീവിപ്പിക്കുന്ന പ്രമാണമാണ് ക്രിസ്തുവിന്റെ പ്രമാണം, ക്രിസ്തുവിന്റെ ഉപദേശം, കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവനും ഭക്തിക്കൊത്ത ഉപദേശം. അതാണ് കർത്താവ് തന്റെ ഭക്തന്മാരെ ഏൽപ്പിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 20 വരെ എല്ലാവരും വായിച്ചു പഠിക്കണേ. എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളൊന്ന് വായിച്ച് പഠിച്ചോണേ. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ചപേക്ഷിക്കുക. പുതിയ നിയമ പ്രമാണം ശരിയായി നമ്മൾ പഠിച്ചു വരണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ അതിൻ്റെ 20 വരെയുള്ള വാക്യങ്ങൾ, പിതാവേ നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നത് കൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നു, നീ എന്നെ അയച്ചതുപോലെ ഞാൻ ഇവരെയും ലോകത്തിലേക്ക് അയക്കുന്നു. സ്വത്രം. പിതാവേ നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരാകൊണ്ട് നീ എന്നെ അയച്ചുവെന്ന് അവർ വിശ്വസിച്ചിരിക്കുന്നു. ഈ മാർമികമായ സത്യങ്ങൾ ഉള്ളടക്കം ചെയ്ത യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 20 വരെ വാക്യങ്ങൾ നിശ്ചയമായി വായിച്ചു പഠിക്കണം. മുഴുവൻ വായിച്ചാലും തെറ്റില്ല. കർത്താവ് വചനം അവരെ ഫലമേൽപ്പിച്ചു എന്നുള്ളത് അവിടെ കാണാൻ കഴിയുന്നത്. ഇതിനിടയിൽ വേറൊരു ഭാഗം കയറി വരുന്നു, അതുകൊണ്ട് ഞാനങ്ങ് പറയട്ടെ.
2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഇതിനോട് ചേർത്ത് പഠിക്കുമ്പോൾ പഠിച്ചേ പതിയാവും. അതുകൊണ്ടാണ് ഒരു ക്രിസ്തുവിലായാലും ഒരു പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാത് പുതുതായി തീർന്നിരിക്കുന്നു. ഇതിലൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിൻ്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക്, നിരപ്പിൻ്റെ വചനം ഞങ്ങൾക്ക്. വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. മോശയ്ക്കും കൂട്ടർക്കും ഇല്ല. സാമ്പോൾ പാസ്റ്ററിനുണ്ടോ? ഇല്ല. ചെയ്സ് പാസ്റ്റർ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ലോകത്തിലെ ഒരു പാസ്റ്റർമാർക്കും കൊടുത്തിട്ടില്ല. നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക്, നിരപ്പിൻ്റെ വചനം ഞങ്ങൾക്ക്. അവരെങ്ങനെ നിരപ്പിച്ചു, അവരെങ്ങനെ ആ വചനം പ്രസംഗിച്ചു എന്ന് നമ്മൾ ദൈവസന്നിധിയിൽ പഠിച്ച് അത് ആത്മാവിൽ നിറഞ്ഞ് ആ വചനങ്ങൾ കൊണ്ട് ജനത്തെ നിരപ്പിച്ചാൽ ജനം ദൈവവുമായിട്ട് നിരക്കും. ഇല്ലെങ്കിൽ ഇല്ല, അവർ നരകത്തിൽ പോയി വീഴും. പിന്നെ നിനക്ക് സ്വോത്രാഴ്ചയും ദശാംശവും കിട്ടും തിന്നാൻ. അത് മേടിച്ച് തിന്നോ, തിന്നിട്ട് നീയും പോകും നരകത്തിൽ. എന്നോട് പുറത്തു കൊള്ളണേ നീ എന്നൊക്കെയുള്ള പദം ഉപയോഗിച്ചത്. മനഃപൂർവ്വമായി ഞാൻ ക്ഷമ ചോദിക്കുക. കാരണം പറഞ്ഞു വരുമ്പോൾ ആ തീഷ്ണതയോടെ പറയുമ്പോൾ അങ്ങ് പറഞ്ഞു പോകുന്നത്. ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, വിശ്വാസികളെ ഒരു 10, 100, 200, 300, 400, 500 വിശ്വാസികളെ കിട്ടിയാൽ നമ്മുടെ കഞ്ഞൂടി നടക്കും. നമ്മുടെ മക്കളെ പഠിപ്പിക്കാം. നമുക്ക് BMW കാറ് മേടിക്കാം. നമുക്ക് ബുള്ളറ്റിൻ്റെ ബൈക്ക് മേടിക്കാം. നമുക്കൊരു 3-4 വീട് കെട്ടി താമസിച്ച് നമുക്ക് സന്തോഷമായിട്ടൊക്കെ കഴിയാം. ഇടയ്ക്കിടയ്ക്ക് ടൂറ് പോകാം. ബോംബെയിലും കൽക്കട്ടയിലും ഇപ്പം അങ്ങനെയല്ലേ പാസ്റ്റർമാർ ടൂറ് പോവുക. കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർക്ക് വർഷം തോറും ഒരു പ്രത്യേക സമയത്ത് അവർക്ക് ഒരു പാക്കേജ് ഉണ്ട് ടൂറ് പോകാൻ. ഫാമിലിയായിട്ട് കാശും കാര്യങ്ങളായിട്ട് ട്രെയിൻ ചാർജും ഫ്ലൈറ്റ് ചാർജൊക്കെ കൊടുക്കും. അതുപോലെ പാസ്റ്റർമാർ ടൂറ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യമാണ്. ടൂറ് പോയിട്ട് അവസാനം നരകത്തിൽ പോയി വീഴരുത്. കൈ തന്നിരിക്കുന്ന വിശ്വാസികളെ, ബൈബിൾ കോളേജിൽ പഠിച്ച സമയത്ത് ഞങ്ങളുടെ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ എന്ന് പറയുന്നില്ല ഞാൻ, കർത്താവിൻ്റെ ദാസൻ TP എബ്രഹാം നല്ലൊരു മനുഷ്യനായിരുന്നു. ഡീന് ഷിബു നല്ലൊരു മനുഷ്യനായിരുന്നു. ഫസ്റ്റ് ജെയിംസ് അതിനുശേഷം വന്ന ഒരു ഡീൻ നല്ല മനുഷ്യൻ. അവരൊക്കെ നല്ല നല്ല പാസ്റ്റർമാരായിരുന്നു. അതിൽ ഈ പാസ്റ്റർ പറയും, ഈ പ്രിൻസിപ്പൾ പറയും, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഒന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ പറയും, നിങ്ങളാൽ വചനം പ്രസംഗിച്ച് നടത്തപ്പെടുന്ന വിശ്വാസികൾ കർത്താവിൻ്റെ വരവിൽ ഇവിടെ കിടന്നു പോകരുത്. അവരെല്ലാം പൊക്കോണം. എങ്ങോട്ട് പൊക്കോണം? സ്വർഗത്തോട്ട് പോകണമെന്ന്. പിന്നെ ഇവിടെ സ്വർഗത്തേക്ക് പോകാനല്ലേ ഉപദേശം പഠിപ്പിക്കുന്നേ. ഇവിടെ റേറ്റ് പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഇവരെങ്ങനെ സ്വർഗത്തേക്ക് ആളെ കൊണ്ടുപോകണേ? കേരളക്കരയെ കിടുകിട വിറപ്പിച്ച ചില പാസ്റ്റർമാരുണ്ട്. അവർക്ക് റേറ്റ് ഉണ്ട്. ഇപ്പോൾ കടാമംഗലം സദാനന്ദനും പിന്നെ സാംബശിവനും കഥാപ്രസംഗം പറയാൻ റേറ്റ് ഉണ്ട്. അതുപോലെ ഉപദേശിക്ക് റേറ്റ്. ഇതെവിടെ നിന്ന് വന്നു? ഇത് ഇങ്ങനെ റേറ്റ് പറഞ്ഞ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ 1-2 പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു, കേരളത്തിൽ എവിടെയും 2.5 ഗ്ലാസ് ചൂടുവെള്ളം തന്നാൽ സുവിശേഷ പ്രസംഗമോ ഉപവാസ പ്രാർത്ഥനയോ സഭ ഏത് മീറ്റിംഗ് ആണെങ്കിലും ഞാൻ വന്ന് കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് ഞാൻ ദൈവവചനം പ്രസംഗിച്ചിട്ട് ഞാൻ മടങ്ങിപ്പോരാം. ഒരു 5 പൈസ എനിക്ക് നിങ്ങൾക്ക് തരണ്ട. അത് പറയാനുണ്ടായ ചേതോ വികാരം ഇതാണ്. കേരളക്കരയിലെ പല പാസ്റ്റർമാരും എനിക്ക് പ്രസംഗത്തിന് ഇത്ര വേണമെന്ന് പറഞ്ഞ് റേറ്റ് വെച്ചു. അത് കേട്ടപ്പോൾ അജ്ഞാത ദേവൻ എന്ന കല്ല് കണ്ട പൗലൂസിന് ചൂട് പിടിച്ചെന്ന് പ്രവൃത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ എനിക്കങ്ങ് ചൂട് പിടിച്ചു. അപ്പോഴാണ് ഞാൻ ആ പ്രസ്താവന ഇറക്കിയത്. അല്ലാതെ ഞാൻ വലിയ ധനാഢ്യനായിട്ടൊന്നും കൊണ്ടുമല്ല. ഞങ്ങൾ മാന്യമായ നിലയിൽ, അല്ലെങ്കിൽ സ്വത്രം വലിയ പരുക്കുകൾ കൂടാതെ അങ്ങനെ ജീവിച്ചു പോകുന്നു മാത്രമേ ഉള്ളൂ. നിത്യവൃത്തി കഴിഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. സമ്പാദ്യങ്ങളൊന്നും തന്നെയില്ല. ഞാൻ പാടുന്നത് യാഥാർത്ഥ്യമാണ്. എൻ്റെ സമ്പത്തൊന്നു ചൊല്ലുവാൻ വേറെയില്ലെന്നു
യേശു മാത്രം സമ്പത്താകുന്നു. ധൈര്യമായിട്ട് എനിക്ക് പാടാം. കോടിക്കണക്കിന് രൂപ ബാങ്കിൽ ഡംപ് ചെയ്തിട്ട് ഇട്ടിട്ട് കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ട് ഡോക്ടർമാർക്ക് 15, 20, 30 ലക്ഷം വീതം വാരി കോരി കൊടുത്തിട്ട് എൻ്റെ സമ്പത്തെന്ന് ചൊല്ലാൻ നാണമില്ലേ? യേശുവാണ് സമ്പത്തെന്ന് പറയാൻ. ഹല്ലേലൂയ. എൻ്റെ ചില പദപ്രയോഗങ്ങളൊക്കെ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ക്ഷമിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ ശൈലി ഇത് തന്നെയായിരിക്കും, വ്യത്യാസമൊന്നും വരത്തില്ല. ഞാനാരെയും ചീത്ത പറയും വഴക്ക് പറയുകയും ചെയ്യല്ല. ആത്മീയ കോളത്തിൽ കാണുന്ന ഈ മൂല്യച്യുതി എന്തുകൊണ്ട് സംഭവിച്ചു? ഒരു തിരുത്തലുണ്ടാകാൻ മനസ്സുണ്ടോ? ഒന്ന് തിരിഞ്ഞു വരാൻ മനസ്സുണ്ടോ? ഒന്ന് ടേൺ ചെയ്ത് വരാൻ മനസ്സുണ്ടോ? ഈ ക്രിസ്തുവിൻ്റെ പ്രമാണത്തിലേക്കൊന്ന് തിരിഞ്ഞു വരാൻ മനസ്സുണ്ടോ? അപ്പോസ്തലന്മാരുടെ ബയോഡറ്റ ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും കുത്തുകൊണ്ടും കുടിപ്പാനില്ല ഉടുപ്പാനില്ല, കുടിക്കാനില്ല ഉടുപ്പാനില്ല, സ്ഥിരവാസം കൂടാതെ ഞങ്ങൾ ലോകത്തിൻ്റെ ചവറ് പോലെയും എല്ലാത്തിൻ്റെയും അഴുക്കായി തീർന്നിരിക്കുന്നു. കർത്താവിൻ്റെ കൂടെ നടന്ന ആദിമ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാരുടെ ബയോഡേറ്റ 1 കൊരിന്ത്യർ 4:11, 12, 13 വാക്യങ്ങൾ വായിച്ചോ? തീർന്നില്ല. 2 കൊരിന്ത്യർ ലേഖനത്തിലും കിടപ്പുണ്ട്. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച് ജീവിച്ച ചരിത്രം അവർ പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൽ ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കളപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തികളും അനുഭവിച്ചും ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ. എനിക്ക് വിചിത്രമായി തോന്നിയ 1-2 വാക്കുകൾ ഇതേ വരുന്നുണ്ട്. മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ. എന്തവായി എഴുതി വച്ചേക്കുന്നേ? അതിനേക്കാൾ ഭയങ്കരം അടുത്ത സ്റ്റേറ്റ്മെന്റ്, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നനാക്കുന്നവർ. ഭൗതികമായ ദാരിദ്ര്യരേക്ക് അവർ കിടക്കുന്നെങ്കിലും ആത്മീയമായ ദാരിദ്ര്യത്തിൻ്റെ പടുകുപ്പയിൽ കിടക്കുന്ന പലരെയും, ഭൗതിക സമ്പന്നതയുടെ മടിത്തട്ടിൽ കിടക്കുന്ന പലരെയും ആത്മീക സമ്പന്നരാക്കുന്നവരാണ് അപ്പോസ്തലന്മാർ, കർത്താവിൻ്റെ ശിഷ്യന്മാർ. ഇന്നത്തെ അപ്പോസ്തലന്മാരോ കോടിക്കണക്കിന് സമ്പാദിച്ച് വെച്ചിട്ട് യേശു നിന്നെ സൗഖ്യമാക്കുന്നെന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ പോയി മലന്ന് കിടന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് വരുന്ന കപടഭക്തന്മാർ അവരാരാണെന്ന് ചോദിച്ചാൽ, മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 1 മുതൽ അങ്ങോട്ട് വായിച്ചു പഠിച്ചോ. കടലും കരയും കടന്ന് ശിഷ്യരാക്കിയിട്ട് എന്ത് ചെയ്യും? ഇരട്ടിച്ച നരകത്തിലാക്കുന്ന ഹതഭാഗ്യന്മാർ. ഞാൻ എല്ലാവരെയും ഉദ്ദേശിച്ചല്ല പറയുന്നത്, അപ്പോൾ തന്നെ ചിലരെ ഉദ്ദേശിച്ചു കൂടിയാണ്. സുവിശേഷം പണം ഉണ്ടാക്കാനുള്ളതല്ല. സുവിശേഷം ധനസമ്പാദനത്തിന് വേണ്ടിയുള്ള മാർഗമല്ല. സുവിശേഷം കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് ബാങ്കിലിട്ടിട്ട് 3-4 കാർഡ് പേഴ്സിൽ വെച്ചിട്ട് പ്ലഗ് ചെയ്തെടുത്ത് കൊണ്ടുപോയി തോന്നിയോസം പോലെ ജീവിക്കാനുള്ളതല്ല സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു എൻ്റെ സുവിശേഷം. യേശുക്രിസ്തുവിനെ ജനത്തിന് കൊടുക്കുക. യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ നിത്യജീവൻ. സുവിശേഷം പ്രസംഗിച്ച് ജനത്തെ നിത്യജീവനിലേക്ക് നടത്തുക, അതാ സുവിശേഷം. സുവിശേഷം 2 ഉണ്ട്, അതുകൂടി പഠിച്ചോ. 1 കോമൺ സാൽവേഷൻ, മറ്റൊരുത്തൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. യേശുക്രിസ്തുവിനെ പ്രസംഗിച്ച് രക്ഷയിലേക്ക് നടത്തി, അത് സുവിശേഷത്തിൻ്റെ 1-ാം ഭാഗം. 2-ാം ഭാഗം, ആ രക്ഷിക്കപ്പെട്ടു വരുന്നവനെ പിതാവിൻ്റെ പുത്രൻ്റെ നാമത്തെ സ്ഥാനപ്പെടുത്തി ഞാനിവിടെ കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാനോട് ഉപദേശിച്ചുകൊണ്ട് അവരെ ശിഷ്യരാക്കി വളർത്തി ക്രിസ്തുവിൻ്റെ സമൃദ്ധമായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തപ്പെടുന്ന സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗം. ആ 2-ാം ഭാഗത്തിനാണ് ഇന്ന് ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. രക്ഷിക്കപ്പെടുത്തി, സ്നാനപ്പെടുത്തി, സഭയെ കൊണ്ടുവന്നിരുത്തി, പാട്ടും പാടിച്ച്, എൻ്റെ ഭാഷ ഇച്ചിരി കടന്ന കൈയാണ്, പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല, പറഞ്ഞേ പറ്റൂ. പാട്ട് പാടി തുള്ളിച്ച് അവരുടെ പോക്കറ്റിലും പേഴ്സിലും കിടക്കുന്ന കാശ് മുഴുവൻ സ്തോത്രപ്പാഴ്ചയത്തിൽ ഇടുന്നതല്ല സുവിശേഷം.
വിശ്വാസികളുടെ ദശാംശം വാങ്ങണ്ടെന്നോ, സ്വത്രാഴ്ച വാങ്ങണ്ടെന്നോ, മനഃപൂർവ്വദാനം വാങ്ങണ്ടെന്നോ, അവർ തന്നാൽ വാങ്ങി ഭക്ഷിക്കരുതെന്നോ, അവർ തരുന്നത് വാങ്ങി പഠിപ്പിക്കേണ്ടെന്നോ, അവർ തരുന്നത് വാങ്ങി കാർ മേടിക്കേണ്ടെന്നോ, ബൈക്ക് മേടിക്കേണ്ടെന്നോ, വീട് വെക്കണമെന്നോ ഒന്നും ഞാൻ പറയത്തില്ല. ഇതെല്ലാം ചെയ്യണം. പക്ഷേ കാഹളം ധ്വനിക്കുമ്പോൾ അവർ മരിച്ചുപോയാൽ ഉയർത്തെഴുന്നേറ്റ് വരണം. പ്രൈസ് ദി ലോർഡ്. ജീവനോടിരുന്നാൽ രൂപാന്തരം പ്രാപിക്കണം. അല്ലെങ്കിൽ സുവിശേഷം കൊണ്ട് എന്ത് പ്രയോജനം? ഈ സഭയിൽ കിടന്ന് കാറി പ്രസംഗിക്കുന്നുണ്ട് എന്ത് പ്രയോജനം? എൻ്റെ കൂടെ വന്നവരൊക്കെ പലരും പറഞ്ഞു ഇത് കഠിന വാക്ക്, പൊക്കോളാൻ പറഞ്ഞു. പലരും പോയി. കോഴിയിറച്ചിയും കൂട്ടി നല്ല സുഖ ചാപ്പാടും കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഉപദേശം പറഞ്ഞു കൊടുത്താൽ ഇഷ്ടം പോലെ ആൾ എൻ്റെ കൂടെയും കൂടും. ശരിക്കിപ്പം നരകത്തിൽ പോകാൻ മനസ്സില്ലെങ്കിലോ? ജോലിയും കൂലിയും കളഞ്ഞ് ജീവിത സൗകര്യങ്ങൾ നഷ്ടപ്പെടുത്തി ഈ സുവിശേഷം പ്രസംഗിച്ച് കഷ്ടമനുഭവിക്കുന്നതിൻ്റെ കാരണം ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതകൾക്ക് ഒരു 10,000 കോടി മടങ്ങ് സന്തോഷവും സമാധാനവും പ്രത്യാശയും സ്വർഗത്തിൽ കിട്ടുമെന്ന് സ്വർഗത്തിലെ ദൈവം പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. കുഞ്ഞുങ്ങളെ, ഭൂമിയിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ടെങ്കിലും ധൈര്യപ്പെടും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കാൻ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ഒരു പരമസത്യം വായിച്ചു പഠിച്ചോണം. പറയാൻ എടുത്തു വായിക്കാൻ സമയമില്ല. കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, മരണമില്ലാത്ത ഒരു പുതിയ ആകാശം, പുതിയ ഭൂമിയിലെ വാഴ്ചയാണ് സ്വർഗത്തിലെ ദൈവം എനിക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഞാനിവിടെ കഷ്ടപ്പെടുന്നത്. അതതിൻ്റെ കാര്യം. അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് ഈ ഭൂമി കഷ്ടപ്പെടുന്നതിൻ്റെ കാരണം കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത ഒരു സ്വർഗത്തിലെ വാസം എനിക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അബ്രാഹാമിനോട് വാഗ്ദത്തം ചെയ്തത് 75 വയസ്സിൽ ഒരു കുഞ്ഞിനെ തരാമെന്ന, 100 വയസ്സിൽ വാഗ്ദത്തം പൂർത്തി പ്രാപിച്ചു. എന്നോടുള്ള വാഗ്ദത്തം അതല്ല. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോപണം ചെയ്തോ? യേശു പോയതുപോലെ തിരികെ വരും. ആ യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി ആറ്റുനോറ്റ് കാത്തിരിക്കുന്ന വിശുദ്ധന്മാരുടെ ഗണത്തിലാണ് ഈ സാധുവായ മനുഷ്യനായ ഞാനും. എനിക്കത് മതി. ഹല്ലേലൂയ. ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയം ഗൗരവമേറിയ വിഷയങ്ങളാണ്. അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഒരു 10 മിനിറ്റ് കൊണ്ട് അത് പറഞ്ഞ് ഞാനങ്ങ് ഈ ക്ലിപ്പ് അങ്ങ് അവസാനിപ്പിക്കാമെന്നാണ് കർത്താവ് ശരണപ്പെടുന്നത്. ബൈബിൾ സ്റ്റഡി ബാർ പാസ്റ്റർ സാംബോൾ എന്നടിച്ചാൽ ഇൻ്റർനെറ്റിൽ, യൂട്യൂബിൽ നിങ്ങൾക്ക് മെസ്സേജുകൾ കിട്ടും. ഓരോന്നോരോന്ന് സമയം പോലെ കേട്ടുപിടിച്ച കാര്യങ്ങളുടെ വ്യക്തത വർദ്ധിച്ച് വരുമെന്ന് ഞാനങ്ങ് പ്രത്യാശിക്കുക. സമയമുണ്ടെങ്കിൽ അതൊക്കെ കേൾക്കുക. എന്തുകൊണ്ട് വിവിധമായ ഉപദേശങ്ങൾ സഭയിൽ ഉണ്ടാകുന്നു? കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരാം. സഭയെ ഉപദേശം പഠിപ്പിക്കുന്നില്ല. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞു, സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലേവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, കേഫയുടെ പക്ഷക്കാരൻ, ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ, 4 പക്ഷം. ഈ 4 പക്ഷം പിടിച്ച് അവർ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ പൗലോസ് അവരോട് പറയുക, എന്തിങ്ങനെ നിങ്ങൾ പറയുന്ന പോലെ ക്രിസ്തു വിവാഹിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? എൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്ന് പറയാതെ വണ്ണം ക്രിസ്പോസിനെയും ഗായസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനം കഴിപ്പിക്കാകിയാൽ ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തേഫാനോസിന്റെ ഭവനക്കാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചു എന്നല്ലാതെ മറ്റു വല്ലവരെയും സ്നാനം കഴിപ്പിച്ചു എന്ന് ഞാൻ ഓർക്കുന്നില്ല. സ്നാനം കഴിപ്പിപ്പാനല്ല, സുവിശേഷം അറിയിപ്പാനത്രേ ക്രിസ്തു എന്നെ അയച്ചത്. ഞാൻ ഭാഗം കൂടി ഒന്ന് വായിച്ചു, ആ മലയാളം വാക്യം കൂടി. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലതാനും. വാക്ചാതുര്യത്തിലൂടെയുള്ള പ്രസംഗം കൊണ്ട് ആർക്കും ഒരു ഗുണമില്ല. 18-ാം വാക്യം, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വം, രക്ഷിക്കപ്പെടാൻ നമുക്ക് ദൈവശക്തി. വചനം പ്രസംഗിക്കുക. നിങ്ങളെ വചനം പ്രസംഗിച്ച് നടത്തിയവർ ഓർത്തുകൊള്ളുവീൻ. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വം, രക്ഷിക്കപ്പെടാൻ നമുക്ക് ദൈവശക്തി.
ദൈവത്തിന്റെ ശക്തി അടങ്ങിയിട്ടുണ്ട് ഇതിലെ. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, അതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സഭയിൽ അപ്പോസ്തലന്മാര് ഉപദേശം കൊടുത്ത് വളർത്തുമ്പോൾ തന്നെ അവർ പക്ഷം പിടിക്കുന്നവരായി മാറി. ഇവരുടെ പക്ഷത്തെ പൊളിച്ചു കളയുന്നത് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കട്ടെ അതിവേഗത്തിൽ. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങളാണ്. ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും മറ്റൊരുത്തൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരെന്നും പറയുമ്പോൾ, നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അപ്പൊല്ലോസാർ, പൗലൂസാർ. പൗലൂസിന്റെ, അപ്പൊല്ലോസിന്റെ, കേഫയുടെ, ക്രിസ്തുവിന്റെ 4 പക്ഷം ഉള്ളതിൽ പൗലൂസ് പറയാ, പൗലൂസ് ആരാണ്? അപ്പൊല്ലോസ് ആരാണ്? കേഫ ആരാണ്? സാധാരണ ഇന്നാണെങ്കിൽ പാസ്റ്റർമാർ ചെയ്യുന്നത് എന്താ? എൻ്റെ പക്ഷം ഒരു 10 പേരുണ്ടല്ലേ, ഈ 10 പേരെയും കൊണ്ടൊരു പുതിയ സഭ, ഗിൽഗാൽ ചർച്ച് എന്നും പറഞ്ഞൊരു സഭയുണ്ടാക്കി, പേരും ഉണ്ടാക്കി, കുറെ തട്ടിപ്പ് നടത്തി, കുറെ വെട്ടിപ്പ് നടത്തി, ചപ്പടി വിദ്യകൾ കാണിച്ച് മുമ്പോട്ട് പോയാൽ ചക്രം ഉണ്ടാക്കാൻ നല്ല മാർഗമാണല്ലോ ഇത് പാസ്സാകുക എന്ന് പറഞ്ഞാൽ. ഒരു പ്രസ്ഥാനം തട്ടിക്കൂട്ടിയെടുത്ത് അങ്ങനെയാണ് ഈ ബാംഗ്ലൂരും ഈ ആഗോള വ്യാപകമായി പ്രസ്ഥാനങ്ങൾ വളർന്നിരിക്കുന്നത്. പൈസ ധനമുണ്ടാക്കാനുള്ള മാർഗമാണ് ഇന്നത്തെ ചർച്ചുകൾ. അല്ലാതെ ഒരെണ്ണത്തിനെ നരകത്തിൽ വിടാനുള്ളതല്ല, കെട്ടിപ്പൂട്ടി നരകത്തിൽ തള്ളിക്കളയാനുള്ളതാ സഭകള്. നല്ലൊരു ശതമാനവും ദൈവവചനം പ്രസംഗിച്ച് ക്രിസ്തുവിന്റെ സമ്പ്രദായ പ്രായത്തിന്റെ അളവിലേക്ക് നടത്താനല്ല സഭകളിന്ന്. ഞാനത് നന്നായിട്ട് മനസ്സിലാക്കി. ഓരോരുത്തർ ഓരോ പ്രസ്ഥാനം ഒരു തട്ടിക്കൂട്ടുണ്ട്. രഹബോത്ത് വർഷിപ്പ് സെന്റർ, പിന്നെ എനിക്കറിയത്തില്ല, ഗിൽഗാൽ മിനിസ്ട്രി, ഓരോരോ പേരും ഉണ്ടാക്കി, ഓരോ പ്രസിഡന്റ്, ഒരു സെക്രട്ടറി, കുറെ നിയമങ്ങളും കുറെ ബൈലോ ഒക്കെ ഉണ്ടാക്കി തീർത്ത് അവരവരുടെ ചപ്പടി വിദ്യകൾ കാണിച്ച് ജനത്തിന്റെ കാശ് പിടുങ്ങുന്ന ഒരു പ്രസ്ഥാനങ്ങളായി സഭകൾ ജീർണിച്ചു പോയി, അധപ്പതിച്ചു പോയി. പ്രിയമുള്ളവരെ, വേദോസ്തവത്തിൽ കാണുന്ന വീട്ടിലെ സഭ എന്നാ. ഞങ്ങളങ്ങനെ വീട്ടിൽ കൂടുന്നത്. കർത്താവ് പറഞ്ഞ് ക്വാണ്ടിറ്റിയോ 2 പേര് മതി, 2 or 3 പേർ. എങ്ങനെ ജീവിക്കും? കർത്താവ് നടത്തും. അതല്ലേ വിശ്വാസം എന്നുള്ളത്. വിശ്വാസം നാശികതയോടൊപ്പം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒന്ന് ശ്രദ്ധിച്ചോണേ ഈ വിഷയം. ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ.